ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും റിപ്പോർട്ട്. അജിത് കുമാറിന് ശബരിമല ദർശനത്തിന് VIP പരിഗണന ലഭിച്ചു എന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അനന്തകൃഷ്ണൻ ചേർന്നു വിവരങ്ങളുമായി. അനന്തൻ, ഒരുപാട് കാര്യങ്ങൾ എതിരായും അനുകൂലമായും ഒക്കെ ഇടയ്ക്ക് വന്നിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ഒരു കാര്യം വരുന്നു, പ്രത്യേക പരിഗണന ലഭ്യമായിരുന്നു എന്നത്. വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി, കഴിഞ്ഞ 12-നാണ് നവഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ദർശനങ്ങൾക്കായി ADGP MR അജിത് കുമാർ ശബരിമലയിൽ എത്തിയത്. ആ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്ര തന്നെ വിവാദമായിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു വിവാദത്തിൽ കൂടി MR അജിത് കുമാർ പെട്ടിരിക്കുന്നത്, അന്ന് രാത്രി ഹരിവരാസനം തൊഴാൻ വേണ്ടി MR അജിത് കുമാറിന് പ്രത്യേക പരിഗണന, VIP പരിഗണന ലഭിച്ചു എന്നുള്ളതാണ്. ഈ ആരോപണം ഉയർന്നത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് പ്രത്യേക പരിഗണന ദർശനത്തിനായി MR അജിത് കുമാറിന് ലഭിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 5 മിനിറ്റിൽ അധികം സമയം നടയ്ക്ക് മുന്നിൽ MR അജിത് കുമാർ നിന്ന് ദർശനം നടത്താനുള്ള സൗകര്യം ലഭിച്ചു എന്നാണ് കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ സെക്കൻഡുകൾ മാത്രമാണ് ഈ ദർശനത്തിന് ഭക്തന്മാർക്കൊക്കെ ലഭിക്കുന്ന അവസരം. നേരത്തെ നടൻ ദിലീപ് ഇതുപോലെ വന്ന് പ്രത്യേക പരിഗണനയിൽ ദർശനം നടത്തിയത് വിവാദമായിരുന്നു. അന്ന് ഹൈക്കോടതി വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ട്രാക്ടർ യാത്ര സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ DGP ആഭ്യന്തര സെക്രട്ടറിക്കും ഇതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 2 റിപ്പോർട്ട് ഈ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെതിരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഏതായാലും രൂക്ഷമായ നടപടിയിലേക്ക് പോകും. അതിനു മുൻപ് തന്നെ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനുള്ള ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിന് കാരണം DGP ഈ ഹൈക്കോടതി ഏതെങ്കിലും നടപടി നിർദ്ദേശിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ തലത്തിൽ നടപടി എടുക്കണം എന്നുള്ളൊരു ശുപാർശ കൂടി ഹോം സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ബറ്റാലിയൻ ADGP ആണ് MR അജിത് കുമാർ. ഒരു പക്ഷേ പോലീസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റി മറ്റൊരു വകുപ്പിലേക്ക് പുതിയ ചുമതലയിൽ നൽകുന്ന കാര്യം കൂടി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് MR അജിത് കുമാറിനെതിരായ നടപടി ഉണ്ടായേക്കും. മോത്തി. ശരി, അനന്തകൃഷ്ണൻ.